പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അതീവ സങ്കീർണമായ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കുവാൻ മമതാ ബാനർജി വിസമ്മതിച്ചതോടെ ഗവർണർ RN രവി സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടിട്ട് ഒരു ദിനരാത്രം കഴിഞ്ഞിരിക്കുന്നു. ഭരണഘടനയുടെ 174 അനുച്ഛേദം നൽകുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് ഗവർണർ ഈ നീക്കം നടത്തിയത്. സാധാരണഗതിയിൽ ഒരു സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രി രാജി സമർപ്പിക്കുകയും പുതിയ സർക്കാർ വരുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയെ തുടരുകയും ചെയ്യുന്നതാണ് കീഴ്വഴക്കം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് രാജി വെക്കില്ലെന്ന മമതയുടെ ഉറച്ച നിലപാട് ബംഗാളിനെ ഒരു നിയമയുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിലവിലെ സാഹചര്യം നിയമപരമായി വ്യക്തമാണ്. ആർട്ടിക്കിൾ 174 പ്രകാരം നിയമസഭ പിരിച്ചുവിടുന്നതോടെ നിലവിലുള്ള മന്ത്രിസഭയുടെ സ്ഥാനപരമായ അടിത്തറ ഇല്ലാതാകുന്നു. നിയമസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണ ഉള്ള ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയെ തുടരുവാൻ അവകാശമുള്ളൂ. സഭ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സഭയോടുള്ള ഉത്തരവാദിത്തം പുലർത്താൻ സാധിക്കില്ല. ഇതോടെ മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി പദവിയിൽ തുടരാൻ ഭരണഘടനാപരമായ അവകാശം ഇല്ലാതാകുന്നു. ഗവർണർ ആവശ്യപ്പെട്ടാൽ പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നതുവരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ കാവൽ മുഖ്യമന്ത്രിയെ തുടരാം എന്നതിനപ്പുറം മറ്റൊരു പദവിക്കും മമതയ്ക്ക് അവകാശമില്ല. രാജിവെക്കാൻ തയ്യാറാകാത്ത മമതയുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ എന്താണെന്ന് പരിശോധിച്ചാൽ അവ വളരെ പരിമിതമാണെന്ന് കാണാം. നിയമസഭ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ തുടരുവാൻ അവകാശവാദം ഉന്നയിക്കാൻ മമതയ്ക്ക് സാധിക്കില്ല. ഒരു സർക്കാരിന്റെ ജനാധിപത്യപരമായ നിലനിൽപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സഭ പിരിച്ചുവിട്ടതോടെ ആ അടിസ്ഥാനം തന്നെ തകർക്കപ്പെട്ടു. അതിനാൽ തന്നെ മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ സഹായിക്കുന്ന നേരിട്ടുള്ള ഭരണഘടനാപരമായ പരിഹാരങ്ങളൊന്നും തന്നെ മമതയുടെ മുന്നിലില്ല. ഗവർണർ പുതിയ സഭ രൂപീകരിക്കുകയും ഭൂരിപക്ഷമുള്ള കക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നതോടെ മമതയ്ക്ക് അധികാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെയോ ഫലത്തിലോ പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് മമതയുടെ മുന്നിലുള്ള ഏക മാർഗം. 1951 ജനാധിപത്യ നിയമപ്രകാരം ഒരു ഇലക്ഷൻ പെറ്റീഷൻ വഴി തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യുവാൻ അവർക്ക് സാധിക്കും. ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടുകയും അവിടെ കൃത്യമായ തെളിവുകൾ സഹിതം ക്രമക്കേടുകൾ ബോധ്യപ്പെടുത്തുകയും വേണം. എന്നാൽ ഇത്തരമൊരു നിയമ പോരാട്ടം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കാവുന്ന ഒന്നാണ്. അത് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് തടയാൻ പര്യാപ്തമാകുന്നില്ല. നിയമസഭ പിരിച്ചുവിട്ട ഗവർണറുടെ നടപടിയിലൂടെ ബംഗാളിൽ പുതിയ ഭരണക്രമത്തിന് വഴിയൊരുങ്ങുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിൽ എത്തുന്നതോടെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേഗത കൂടും. നിയമവാഴ്ചയും ജനാധിപത്യ മര്യാദകളും ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. ബംഗാളിൽ 3 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മാ മതി മാനുഷ് മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ മമതാ ബാനർജി ഇന്ന് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് പിന്നാലെ രാജിവെക്കാൻ തയ്യാറാകാതെ ഭരണഘടനാപരമായ വടംവലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മമത അധികാരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ അധികാരം നഷ്ടപ്പെട്ടാൽ ആ പാർട്ടി നേരിടുന്ന തകർച്ച എത്രത്തോളം ആഴത്തിലുള്ളതാകുമെന്ന് CPM-ന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. 1/4 നൂറ്റാണ്ടിലേറെ ബംഗാൾ അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സംസ്ഥാനത്ത് 2 സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അധികാരത്തിൽ നിന്ന് പുറത്തായാൽ മമത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻതോതിലുള്ള ചോർച്ചയാണ്. പ്രത്യയശാസ്ത്രപരമായ അടിത്തറയേക്കാൾ ഉപരിയായി മമത എന്ന വ്യക്തിപ്രഭാവത്തിലും അധികാരത്തിന് തണലിലും നിൽക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അധികാരം നഷ്ടപ്പെടുന്നതോടെ സ്വാഭാവികമായും നേതാക്കളും അണികളും സുരക്ഷിത താവളങ്ങൾ തേടി ഭരണകക്ഷിയെ BJP-യിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. CPM-ന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായതും അവരുടെ കേഡർ സംവിധാനത്തിലെ തകർച്ചയും താഴെത്തട്ടിലുള്ള അണികൾ മമതയുടെ പക്ഷത്തേക്ക് ചേക്കേറിയതുമാണ്. സമാനമായ രീതിയിൽ തൃണമൂലിന്റെ വോട്ട് ബാങ്ക് BJP-യിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടാൽ അത് പാർട്ടിയുടെ അന്ത്യത്തിന് തന്നെ വഴിവെച്ചേക്കാം. മറ്റൊരു പ്രധാന പ്രതിസന്ധി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളാണ്. തൃണമൂൽ ഭരണകാലത്ത് ഉയർന്നു വന്ന നിരവധി അഴിമതി ആരോപണങ്ങളും കേസുകളും നിലവിൽ അന്വേഷണ ഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി എന്ന പദവി നൽകുന്ന സംരക്ഷണമില്ലാതെ വരുമ്പോൾ മമതയ്ക്കും അവരുടെ അടുത്ത അനുയായികൾക്കും നിയമപരമായ നടപടികളെ നേരിടുക എന്നത് വലിയ പ്രയാസമായിരിക്കും. രാഷ്ട്രീയമായ വേട്ടയാടലെന്ന് ഇതിനെ വിശേഷിപ്പിക്കാമെങ്കിലും അധികാരമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ കൂടുതൽ മോശമാക്കും. CPM-ന് ബംഗാളിൽ സംഭവിച്ചതുപോലെ ഒരു രാഷ്ട്രീയ ശൂന്യതയിലേക്ക് തൃണമൂൽ തള്ളപ്പെടാൻ ഇത് കാരണമാകും. ഒരിക്കൽ അധികാരം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കുക എന്നത് ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് അസാധ്യമായ കാര്യമാണെന്ന് ചരിത്രം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ
മമതയുടെ കാലത്ത് ബംഗാളിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ അക്രമങ്ങളുടെ ചരിത്രം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഭരണമാറ്റം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് ബംഗാൾ എന്നും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. മുൻകാലങ്ങളിൽ CPM പ്രവർത്തകർ നേരിട്ട അതേ വെല്ലുവിളികൾ തൃണമൂൽ പ്രവർത്തകർക്കും നേരിടേണ്ടി വന്നേക്കാം. ഇത് അണികൾക്കിടയിൽ ഭീതി പടർത്തുകയും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ നിർജീവമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന മമതാ ബാനർജിക്ക് മുന്നിലുള്ളത് രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള കഠിനമായ പോരാട്ടമായിരിക്കും. CPMന് സംഭവിച്ചതുപോലെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് അസ്തമിക്കുമോ അതോ ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു മുൻ മുഖ്യമന്ത്രി അഴിമതി കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യത്തെ സംഭവമല്ല എങ്കിലും മമതയുടെ കാര്യത്തിൽ ഇത് ബംഗാൾ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒന്നായിത്തീരും. മമതാ ബാനർജി ജയിലിലാകാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് തൃണമൂൽ ഭരണകാലത്ത് നടന്ന വിവിധ അഴിമതി ആരോപണങ്ങളാണ്. അധ്യാപക നിയമന അഴിമതി, ശാരദ റോസ് വാലി ചിട്ടി ഫണ്ട് തട്ടിപ്പുകൾ, കൽക്കരി മണൽക്കടത്ത് കേസുകൾ എന്നിവയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ CBIയും EDയും വർഷങ്ങളായി അന്വേഷണം നടത്തിവരികയാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കളും മുൻ മന്ത്രിമാരും ഇതിനോടകം തന്നെ ഈ കേസുകളിൽ അഴിക്കുള്ളിലായിട്ടുമുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണഘടനാപരമായ പരിരക്ഷയും പോലീസ് അധികാരവും ഇല്ലാതാകുന്നതോടെ അന്വേഷണം നേരിട്ട് മമതാ ബാനർജിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചാൽ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അല്ലെങ്കിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവർക്ക് സംഭവിച്ചതുപോലെ ഒരു അറസ്റ്റ് മമതയുടെ കാര്യത്തിലും അസംഭവ്യമല്ല. മമതാ ബാനർജി അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ നടപടികൾക്കായി ദില്ലിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്താൽ അവരെ പാർപ്പിക്കാൻ സാധ്യതയുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ ജയിൽ സമുച്ചയമായ തീഹാറിലായിരിക്കും. തീഹാർ ജയിലിലെ ഏത് സെല്ലിലാകും അവർക്ക് സ്ഥലം ലഭിക്കുക എന്നത് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ജയിൽ അധികൃതരുടെ തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും. സാധാരണഗതിയിൽ ഹൈ പ്രൊഫൈൽ രാഷ്ട്രീയ തടവുകാരെയും മുൻ ഭരണാധികാരികളെയും സുരക്ഷാ കാരണങ്ങളാൽ അതീവ സുരക്ഷയുള്ള പ്രത്യേക സെല്ലുകളിലോ വാർഡുകളിലോ ആണ് പാർപ്പിക്കാറുള്ളത്. തീഹാർ ജയിലിലെ വനിതാ തടവുകാർക്കായി നീക്കിവച്ചിരിക്കുന്ന 6-ാം നമ്പർ ജയിൽ സമുച്ചയത്തിലായിരിക്കും മമതയെ പാർപ്പിക്കാൻ സാധ്യതയേറെ. ഇതിനുള്ളിൽ തന്നെ മറ്റ് തടവുകാരുമായി സമ്പർക്കമില്ലാത്ത വിധം പ്രത്യേക സെല്ലുകൾ VIP തടവുകാർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻപ് തമിഴ്നാട് നേതാവ് കനിമൊഴി അടക്കമുള്ള പ്രമുഖർ കഴിഞ്ഞിരുന്നതും ഇത്തരം പ്രത്യേക സെല്ലുകളിലാണ്. ഒരു മുഖ്യമന്ത്രി ജയിലിലാകുന്നത് കേവലം ഒരു വ്യക്തിപരമായ പരാജയമല്ല, മറിച്ച് ആ പാർട്ടിയുടെ തന്നെ അന്ത്യത്തിന് വഴിമരുന്നിടുന്ന ഒന്നായിരിക്കും. പശ്ചിമ ബംഗാളിൽ CPMന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ സംഭവിച്ചതുപോലെ അണികൾ കൂട്ടത്തോടെ പാർട്ടി വിടുന്ന സാഹചര്യം തൃണമൂലിലും ഉണ്ടായേക്കാം. മമത ജയിലിലായാൽ പാർട്ടിയെ നയിക്കുവാൻ പ്രാപ്തിയുള്ള രണ്ടാമതൊരു നേതാവില്ല എന്നതും തൃണമൂൽ കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തും. തീഹാർ ജയിലിലെ സെൽ നമ്പറുകളേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് ആ ജയിൽവാസം ബംഗാളിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൃണമൂൽ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ആഘാതമായിരിക്കും. നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ തെളിവുകളുടെയും വിചാരണയുടെയും അടിസ്ഥാനത്തിൽ മമതയുടെ ഭാവി തീരുമാനിക്കപ്പെടും. അത് ജയിലിനുള്ളിലാണോ അതോ രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിലാണോ എന്നത് വരും മാസങ്ങളിലെ കോടതി വിധികൾ പറയും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.